കൊച്ചി മട്ടാഞ്ചേരി കഥകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകൾ നമ്മൾ കാണുമ്പോൾ പലപ്പോഴും കേട്ടിട്ടുള്ള പേരായിരിക്കും ഭ്രാന്തൻ കുര്യച്ചൻ. ഭ്രാന്തൻ കുര്യച്ചന് ശരിക്കും ഭ്രാന്തുണ്ടോ? ഇനി ആരാണ് കാപ്പിരി മുത്തപ്പൻ? കാപ്പിരി മുത്തപ്പൻ കള്ളും കഞ്ചാവും ചുരുട്ടും വലിക്കോ? സിനഗോഗിന് മുന്നിലുള്ള ഈ വഴിയിലൂടെ വട്ടം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് സംഭവിക്കുക? ചക്കാമാടത്തുള്ള ഈ ഫയർ ടോംബ് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇവിടെ നിന്ന് മാറ്റാൻ പറ്റാത്തത്? ഇങ്ങനെയുള്ള കൊച്ചിയുടെ കുറച്ച് സ്പൂക്കി മിത്സ് ആൻഡ് ലോസ് ഒനിയിൽ നമുക്ക് പറഞ്ഞു തരുമ്പോൾ കുട്ടികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പാരൻസിന്റെ കൂടെ ഇരുന്നിട്ട് കാണണമെന്ന് ചെറിയൊരു അഭ്യർത്ഥന. ഇത് റിയൽ ഷൂട്ടാണോ? അല്ല, ഇത് ഇല്ല. കാപ്പിരിക്കമ്മ കൊടുക്കണത് മറ്റേ ഇതാണ് ബീഡി പുകയില. വലിക്കാനൊന്നും പറ്റില്ല. വലിക്കാം, എന്താണ് നല്ല സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു. പുകയില തന്നെയാണ്. പുകയില തന്നെ കാപ്പിരിക്ക് കൊടുക്കാനുള്ള. ഇവിടെ മുതൽ ഒനിലിന്റെ കഥ തുടങ്ങാൻ പോകണം അല്ലേ? ഒനിലെ കഥയുടെ പേരെന്താണ്? കഥയുടെ പേര് നമ്മുടെ ഫാന്റാസ്മ എന്ന് പറഞ്ഞൊരു ടൂറുണ്ട്. അത് ഞാൻ രാത്രി ഇവിടെ 10 മണിക്ക് തുടങ്ങുന്ന ഒരു ടൂറാണ്. അപ്പോൾ നമ്മളെ ഇവിടുത്തെ ഒരു കുറെ കഥകളും നമ്മളെ കുറെ എന്താണ് അതിന്റെ പേര് നമ്മൾ കേട്ട് കേൾവികൾ, ഹിസ്റ്ററി ഒന്നല്ല, ഗൂഗിളൊന്നും നോക്കി കിട്ടൂല. മിത്സ് ലോർസ് ആൻഡ് സ്പൂക്സ് ഫ്രം ഫാന്റാസ്മ. ഒനിലിന്റെ കഥ ഇവിടെ തുടങ്ങുകയാണ്. അല്ല ഒനിലെ, നമ്മളിപ്പോ വന്നേക്കണ ഒരു പ്രത്യേക സ്ഥലത്താണ്. ഇതാണ് കാപ്പിരിത്തറ. കാപ്പിരി മുത്തപ്പൻ എന്ന് പറയുന്ന ഒരു വിശ്വാസം കൊച്ചിക്കാരിക്കുണ്ട്. കൊച്ചിക്കാർക്ക് മാത്രമല്ല, നമ്മളിവിടെ ഫുള്ള്, അതായത് പോർച്ചുഗീസ് കാലത്ത് പണ്ട് ഇവര് ഡച്ചുകാർ വന്നത്, ഡച്ച് സീജ് ഉണ്ടായത് 1600s. ആ സമയത്ത് പോർച്ചുഗീസുകാരുടെ കൂടെ ഉണ്ടായിരുന്ന അടിമകളുണ്ടല്ലോ, അടിമകൾ സ്ലേവ്സ്, അവര് വന്നത് ആഫ്രിക്കയിൽ നിന്നാണ്. അപ്പൊ അവരാ പോർച്ചുഗീസുകാർ അറബികൾ കാഫിർ എന്നാണ് വിളിച്ചത്. വെച്ചാൽ ആ വേർഡിൽ നിന്നും കഫ്രി എന്നാണ് പോർച്ചുഗീസുകാർ വിളിച്ചത്. നമ്മൾ ഗോവയിൽ കഫ്രിയാലുണ്ടായി. എക്സാക്ട്ലി അതാണ് കഫ്രി. ഇത് ഇവിടെ നമ്മുടെ നാട്ടിലെത്തിയപ്പോ കാപ്പിരിയായി. അപ്പൊ ഈ കാപ്പിരി മുത്തപ്പൻ എന്ന് പറയുന്ന വിശ്വാസം എന്ന് പറഞ്ഞാല് പണ്ട് ആൾക്കാർ ഇലക്ട്രിസിറ്റി ഇല്ലാത്തപ്പോ പല കഥകളും പറയും. ഇവിടെ ചങ്ങലയുടെ ശബ്ദം കേട്ട് ചുരുട്ടിന്റെ മണം കിട്ടി, അങ്ങനെയൊക്കെയുള്ള. കാരണം ഈ കാപ്പിരിമാര് റിലാക്സ് ചെയ്യണത് മരത്തിന്റെ മുകളിലായിരിക്കും. ഇവർക്ക് ചങ്ങലാണ്. അപ്പൊ ഇവരെപ്പോഴും മരത്തിന്റെ മുകളിൽ കിടന്നിട്ട് ചുരുട്ടും വലിച്ച് കിടക്കുന്ന ഒരു സീനാണ് പണ്ട് പിക്ചേഴ്സിലുള്ളത്. കാപ്പിരി എങ്ങനെയാണ് റിലാക്സ് ചെയ്യണം. കാപ്പിരി മുത്തപ്പന ആൾക്കാർ വർഷിപ്പ് ചെയ്യണല്ല, അവർക്ക് സങ്കടം തോന്നിയിട്ടാണ് ഈ കാപ്പിരിക്ക് ഇത് കൊടുക്കുന്നത്. അതെന്താണ്, കാപ്പിരി ഒരു ടോർമെന്റഡ് സോളാണ്. ഇവരെ മൃഗീയമായിട്ട് കൊന്ന് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് പോർച്ചുഗീസുകാർ ഇവിടെ നിന്ന് തുരിതരാ രക്ഷപ്പെട്ട് ഡച്ചുകാർ വന്ന് അറ്റാക്ക് ചെയ്ത്. അപ്പോൾ ഇവിടുത്തെ ജൂതന്മാർ കൂടെ എന്നിട്ട് ഇവരെന്ത് ചെയ്ത്, ഇവർ ഡച്ചുകാർക്ക് പറഞ്ഞു കൊടുത്തു പോർച്ചുഗീസുകാരെ എവിടെ അടിക്കണം എന്നാലേ ഇവിടെ നിന്ന് ഇറക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. നമ്മളല്ലേ കുറേ കുഴികളും മറ്റേ ഈ ടണൽസൊക്കെ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എവിടെയാണെന്നുള്ളത് ഫുൾ മാപ്പ് ജൂതന്മാർ കൊടുത്തു. അപ്പോൾ പോർച്ചുഗീസുകാർ ഓടി രക്ഷപ്പെടണം. അപ്പോൾ അവരുടെ കയ്യിൽ കുറേ ലൂട്ടുണ്ട്, ബൗണ്ടി. ഈ ബൗണ്ടി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ മതിലുണ്ടല്ലോ, പണ്ടത്തെ റെഡ് മതിൽ, ഈ റെഡ് മതിൽ അടിച്ച് പൊട്ടിച്ചിട്ട് അതിനകത്ത് താഴ്ത്തുകൊണ്ട് ഈ സ്വർണ്ണവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, റൂബി എമറാൾഡൊക്കെ വെച്ചിട്ട് ഇവർ ഒരു കാപ്പിരിനെ അവിടെ തന്നെ ബറിയുടെ ലൈവാണ്. എന്നിട്ട് അവനെ കീറും. അവനോട് പറയാൻ നിന്റെ ആൻസസ്റ്റേഴ്സ് വരും, ഇതാണ് നിന്റെ വിധി, അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരും, അപ്പോൾ അതുവരെ നീ ഈ നിധിയും കാത്ത് നിൽക്കണ ഭൂതമായിരിക്കണം എന്നും പറഞ്ഞിട്ട് ഇവർ മതിൽ സീൽ ഇവനെ കൊന്നു കളഞ്ഞിട്ട് എന്നിട്ട് ഒരു ചോര കൊണ്ടൊരു എക്സ് അടിച്ചിടും. അപ്പോൾ ഇവർ തിരിച്ചെപ്പോഴെങ്കിലും വരുമ്പോൾ ഇവിടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ സ്വർണ്ണം കിട്ടും. അങ്ങനെ ഇവിടെ സ്വർണ്ണം കിട്ടിയ ആൾക്കാർ കുറേ പേരുണ്ടെന്നാ പറഞ്ഞാൽ അറിയില്ല. പക്ഷേ ആൾക്കാരെന്താന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ആചാരം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞ കള്ള് കപ്പ കഞ്ചാവ് കാപ്പിരി. അതായത് കാപ്പിരിക്ക് നമ്മൾ കള്ളും കപ്പയും കഞ്ചാവും അല്ലെങ്കിൽ പുട്ട് ഇങ്ങനെ സാധനമൊക്കെ ഇവിടെ വെക്കാറുണ്ട് ഇപ്പോൾ ആൾക്കാർ. പിന്നെ ഈ ചുരുട്ട് മെയിനാണ് കാപ്പിരിക്ക് വെച്ചു കൊടുക്കും. കള്ളൊക്കെ പണ്ട് വെക്കുമായിരുന്നു, പക്ഷെ ഇപ്പം കള്ള് കപ്പ കഞ്ചാവ് കാപ്പിരി ഇല്ല. കള്ള് വെച്ച് കഴിഞ്ഞാലും കഞ്ചാവ് വെച്ച് കഴിഞ്ഞാലും നാട്ടുകാർ പിപ്പിരി ആവും. അതുകൊണ്ട് നോ കാപ്പിരി ഒള്ളി പിപ്പിരി. അങ്ങനെ ഇലക്ട്രിസിറ്റി വന്നതിന് ശേഷം ഇങ്ങനെ കുറേ കാപ്പിരിത്തറകൾ എല്ലായിടത്തും എടുത്ത് കളഞ്ഞ് ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ടാണ്. പക്ഷെ ഇതിപ്പോഴും സർവൈവിങ് ലാസ്റ്റ് തറയാണ് ഇനി മട്ടാഞ്ചേരിയിലുള്ള. ഇനി ഇതിൽ കൂടുതൽ തറകളൊക്കെ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ട്, ഡോർമെൻ്റാണ്, ആക്റ്റീവ് അല്ല. വീട്ടുകാരുടെ അകത്തൊക്കെ ഉണ്ട്, ചിലവരുടെ വീട്ടിലുണ്ടാവും ഇത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിനകത്തുണ്ടാവും. ഇതിനകത്ത് പ്രത്യേകം നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊരു കുരിശി, ഒരു ഓമ്, പിന്നെ ഒരു എന്താ പറയുക, അതിൽ അറബി എഴുതിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല, കാരണം ഇതെല്ലാവരും വിശ്വസിക്കുന്നതാണ്. കൊച്ചിയുടെ ഒരു വിശ്വാസമാണ്. അപ്പോൾ എപ്പോഴും ഇതിങ്ങനെ ഒരു മരത്തിൻ്റെ അടിയിലോ അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കും, സ്പോട്ടിലായിരിക്കും. കാരണം ഇവിടെ ആയിരിക്കും ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് തോന്നിയത്. ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്ഥലങ്ങൾ മൊത്തം പഴയ ശവപ്പറമ്പായിരുന്നു. രണ്ടാം സ്ഥലം വീണ്ടും ഇവിടെ ഒനിൽ വീഴുന്നു. എടാ കപ്പേരെ മറ്റേ സാധനം അടിക്കടാ, ആ സാധനം വെച്ചടി. അതല്ല മണിയുണ്ടല്ലോ. നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര്
ചക്കാമാടം എന്നാണ്. ചക്കാമാടം, ചാക്ക അല്ല ചാക്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മരണത്തോടെ ബന്ധപ്പെട്ടുള്ള ഒരു 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 ടേമാണ്. അപ്പോൾ ചാക്കാമാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിൻ്റെ മാടം, മരണത്തിൻ്റെ ഹോം. അതായത് ഈ കൊച്ചിയിൽ തന്നെ നമ്മൾ ജൂതന്മാരുടെ സിമിത്തേരികൾ, അതായത് ഇപ്പം നമുക്ക് കാണാൻ പറ്റില്ല, ഒരെണ്ണം കാണാൻ പറ്റും, പക്ഷേ 3 ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ഇത് റിക്ലെയിംഡ് ലാൻഡാണ്. പണ്ട് ഇവിടെ സിമിത്തേരി ആയിരുന്നു. അപ്പോൾ പല സ്ഥലത്തും ജൂതന്മാരുടെ ടൂം സ്റ്റോൺ ഉണ്ട്, കല്ലറകൾ. ഈ കല്ലറകളൊക്കെ ഇപ്പം ഇത് റീക്ലെയിം ചെയ്തിട്ട് ഇവിടെയൊക്കെ കുറേ ആൾക്കാരെ പാർപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കല്ലറകളൊക്കെ എവിടെ പോയി എന്നറിയില്ല. അപ്പോൾ കുറേ കല്ലറകളെ ഇളക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ചാക്കാമാടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സമയത്ത് ആൾക്കാർക്ക് പല ഡിസ്റ്റർബൻസസ് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കഥകളിൽ നിന്നും ഉള്ള ജൂതന്മാർക്ക് ഈ ഒരു ബ്ലാക്ക് മാജിക് ഉണ്ട്. നിങ്ങൾ എസ്ര എന്ന് പറഞ്ഞ പടത്തിൽ ഡിബുക്ക് കണ്ടിട്ടുണ്ടോ? ഡിബുക്ക്. ഈ ഡിബുക്ക് എന്ന് പറഞ്ഞ സാധനം പറഞ്ഞാൽ ഒരു പെട്ടിയാണ്. അതൊരു ആളുടെ മെമ്മറി അല്ലെങ്കിൽ സോളിനെ ക്യാപ്ചർ ചെയ്യണ ഒരു പെട്ടിയാണ് ഈ ഡിബുക്ക്. ഈ ഡിബുക്ക് ചെയ്യണ ആൾക്കാർ, അതിനകത്ത് ആ പടത്തിൽ കാണിക്കൂല ഒരാൾ. ഡിബുക്ക് ചെയ്യണ ആൾക്കാരാ കബാലി അല്ല കബാല എന്നുള്ള. കബാല എന്ന് പറഞ്ഞാൽ ഒരു ജൂതൻ ബ്ലാക്ക് മാജിക്കാണ്. ഈ കബാലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്ന ആൾ. അതായത് പുള്ളിക്ക് ദൈവത്തിൻ്റെ അത്രയും പവർ ഉണ്ടെന്ന് പറയണം. പണ്ട് ഇവിടെ ഒരു കബാലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോളണ്ടിൽ നിന്ന് വന്നൊരു കബാലയുണ്ട്, നെഹമായ മൂത്ത എന്ന് പറയുന്ന ഒരാൾ. അപ്പം ഇവിടെ ആൾക്കാർ ലോക്കലി വിളിച്ചതെന്ന് വെച്ചാൽ നാമിയ മൂത്ത. അവർ ജൂതന്മാരുടെ വിശ്വാസത്തിൽ ഗോലൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ മണ്ണിൽ നിന്നുണ്ടാവണം എന്നുള്ള പറയണം. അപ്പം ഒരു മണ്ണിൻ്റെ ഒരു വൂഡു ഡോൾ പോലത്തെ ഒരു പ്രതിമ ഉണ്ട്. അതിനകത്തേക്ക് ഈ കബാലകൾക്ക് അത്രയും പവർ ഉണ്ട്. അവർക്കതിൽ ലൈഫ് ബ്രീത് ചെയ്യണം. എന്നിട്ട് അവർ അതിനെ അടിമയാക്കും ചിലപ്പോൾ. അങ്ങനെ ചിലവർ ഈ ജൂതന്മാരുടെ ഇതിൽ കോൺസെപ്റ്റിൽ അടിമകളെ ഫ്രീ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. അതായത് പണ്ട് ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഈ ജൂതനായിട്ട് ഇവരെ വീട്ടിൽ നിന്നിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ ഇവരെ ജൂതനായിട്ട് അക്സെപ്റ്റ് ചെയ്യണം. ഈ അടിമയെ ഇവർ ഫ്രീ ആക്കും. എന്നിട്ട് അയാൾക്ക് ഒരു ജൂതൻ സർനെയിം കൊടുത്തു. അതിനെ ഹീബ്രുവിൽ മെഷു ഹെറാറിം എന്ന് പറയും. മെഷു ഹെറാറിം. നമ്മൾ ഇംഗ്ലീഷിൽ മോർഗൻ ഫ്രീമെൻ എന്നുള്ള പേരൊക്കെ ഫ്രീഡ്മാൻ. ഈ പേരുകളൊക്കെ ഇങ്ങനെയാണ് ഉണ്ടായത്. ഇങ്ങനെ ഫ്രീഡ് ആയിട്ടുള്ള സ്ലേവ്സിന് കൊടുക്കുന്ന പേരാണ് ഫ്രീമാൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതേപോലെ നെഹമായ മൂത്ത എന്ന് പറഞ്ഞൊരു കബാലിസ്റ്റ് ഞാൻ പറഞ്ഞില്ല. പുള്ളി എന്തോ ഒരു പക്ഷിയിൽ പുള്ളി ഇവിടെ സബാത്ത് ഡേയിൽ സിനഗോഗിലേക്ക് പറന്നു വരുമെന്നാണ് ആൾക്കാർ പറഞ്ഞത്. എന്തൊരു സാധനം, പഴയൊരു പുഷ്പകമൽ. അപ്പം പണ്ടത്തെ സമയത്ത് ഇങ്ങനെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെയാണ് മരിച്ചപ്പോൾ ഇങ്ങനെ കല്ലറയിൽ ഇങ്ങനെ ഏറ്റവും വലിയ കവാലയാണല്ലോ. ഇങ്ങനെ കല്ലറയിൽ ഇങ്ങനെ എന്തോ ഒരു സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കലറ മാത്രം ഇളക്കാൻ പറ്റിയിട്ടില്ലായിരിക്കും. അത് മാത്രമേ ഇവിടെ ഒരു ഇളക്കാത്ത കലറ. ബാക്കി എല്ലാ കലറങ്ങളും ഇങ്ങനെ എവിടെ പോയെന്നറിയില്ല. ഇതാണ് അപ്പോൾ നമ്മുടെ ഒനീര് പറഞ്ഞ കബാലിസ്റ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ 1930 രൂപയാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ ഈ കണ്ട സാധനം ഇതുണ്ടോ ഈ കാണുന്നത്. എൻ്റെ തൊട്ടപ്പുറത്ത് കുറേ കളറുകളൊക്കെ നമ്മൾ ആ വഴി നടന്നു വന്നത്. ഇതാണ് ആ വഴി. അത് തന്നെയാണ് നമ്മൾ ഇങ്ങനെ നടന്നു വന്നത്. ഇത് ഇറക്കാൻ പറ്റില്ല. ഇത് എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഫയർ ടൂമ്പ് എന്ന് വിളിക്കാം. ഈ സാധനം തൊടാൻ നോക്കി ഇളക്കാൻ നോക്കിയപ്പോൾ തീ പിടിച്ച് കത്തി. അങ്ങനെ ആൾക്കാർ ഇപ്പോഴും എഴുതിലെത്തിച്ചു വെക്കും. കണ്ട ശരി കേട്ടോ. ഇവിടുന്ന് ഒരു പട്ടി കബാലി നോക്കണേ പണ്ടക്കടങ്ങാൻ പേടിയിട്ട് ചിരിച്ചത് വരെ രാഷ്ട്രം ചിരിച്ച പോലെയാണല്ലോ ഡാറ്റ. ഒന്ന് ചിരിച്ചത്. ഞാൻ രാത്രിയേ ടൂർ ചെയ്യാറുള്ളൂ. എനിക്ക് ലൈറ്റ് പാടില്ല, ആളുകൾ പാടില്ല. അപ്പൊ നല്ലൊരു എന്നാലേ ആൾക്കാർക്ക് ഈ കഥ പറയുമ്പോ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇത് രാത്രി 10 മണിക്ക് തുടങ്ങണത്. രാത്രി ശബ്ദം ഉണ്ടാക്കിയിട്ട് അലമ്പാടി തുടങ്ങിയത്. ഇപ്പൊ മരം കൊണ്ടുവന്നാലേ സൗണ്ട് ഒന്നും കിട്ടില്ല. ഇപ്പൊ ഡാറ്റിനോട് പറഞ്ഞത് പോലെയല്ല. ഇപ്പൊ രാവിലെ മീൻകാരനാണ് ചേച്ചിട്ട് ചേച്ചി മീൻ മേടിക്കാൻ വരും. ഒന്നില്ലേ? അപ്പൊ ഇത് 3-ാം സ്ഥലം അല്ലേ? 3-ാം സ്ഥലം നമ്മൾ സിനഗോഗിലേക്കാണ് നടക്കണം. സിനഗോഗ് ഒരു ഹോളി പ്ലേസ് ആണ് അവരുടെ ജൂതന്മാരുടെ. അപ്പോൾ അതിൻ്റെ റെസ്പെക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിന് നടുക്കൂടി നടക്കരുത്. ഓക്കെ, ഇതിന് നടുക്ക് നമ്മൾ പ്രത്യേകിച്ച് വട്ടം നടക്കരുത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യരുത്. പണ്ട് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഈ ഇതിൻ്റെ വട്ടം നടത്തിക്കില്ല. അവർക്കൊരു ആചാരമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ പാടില്ല. ഇതൊന്നും ഈ ടൂറിസ്റ്റിന് അറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഇത് നിറയ്ക്കും. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അങ്ങോട്ട് നടന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. വട്ടം നടക്കലെന്ന് പറഞ്ഞപ്പോൾ ഈ വട്ടം കേൾക്കണില്ല കേട്ടാ. അപ്പാ ഈ സാധനം ഇത് സാറ കോഹൻ എന്ന് പറഞ്ഞ സാറ ആൻറ്റിയാണ് നമ്മുടെ ഗ്രാമഫോണിൽ ഒരു ക്യാരക്ടറെ കളിക്കുന്നത്, രേവതിയുടെ.
സാറ ആൻറ്റിയുടെ വീടാണത്. സാറ ആൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എനിക്ക് താല്പര്യമില്ലായിരുന്നു കൊച്ചി വിട്ട് പോകാൻ. ഇവിടെ തന്നെ മരിക്കണമെന്നായിരുന്നു താല്പര്യം. കുറേ ജൂതന്മാർക്ക് ആലിയ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ആലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പ്രോമിസ്ഡ് ലാൻഡാണ് ഇസ്രയേൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ തിരിച്ചു പോകാനുള്ളത് ദൈവം വിളിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായതിനു ശേഷം കുറേ പേര് പോയി. 1970s ഇവിടുത്തെ എല്ലാ ജൂതൻ ഫാമിലിയും ഇതൊക്കെ വിറ്റങ്ങോട്ട് പോയി. സാറ ആൻറ്റി പോയില്ല. സാറ ആൻറ്റി ഇവിടെയാണ് മരിച്ചത്. നല്ലൊരു സ്ത്രീയായിരുന്നു. നല്ലൊരു രീതിയിൽ എല്ലാവരുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു സ്ത്രീയാണ് സാറാ കോഹൻ. സാറാ കോഹൻ്റെ ക്യാരക്ടറിനാണ് നമുക്ക് ഗ്രാമഫോണിൽ രേവതിയുടെ ക്യാരക്ടർ. ആ പടം കാണുമ്പോൾ അങ്ങനെ കാണണം എന്നൊരു കാര്യമുള്ളൂ. അതെ, സാറാ ആൻറ്റിയുടെ ക്യാരക്ടർ പോലെ കാണിച്ചേക്കണം. ചെറുതായിട്ട് അങ്ങനെ ഒരു നല്ലൊരു ഭയങ്കര നല്ല മനസ്സുള്ളൊരു ഒരു സ്ത്രീ സിംഗിളായിട്ട് ജീവിക്കുന്നു കുറേ വർഷങ്ങളായിട്ട്. വീടിന് ഓപ്പോസിറ്റ് ഇതല്ലേ ഈ സ്ഥലം എപ്പോഴും ഒരു പണിയിലായിരിക്കും. ഈ സ്ഥലം നമ്മളിന്ന് രാവിലെ ഒരു ലൈറ്റ് മാൻ ഓഫ് കൊച്ചി എന്നും പറഞ്ഞിട്ട് ഒരു കോഡറിനെ പറ്റി സംസാരിച്ചില്ലേ. കോഡറിൻ്റെ പ്രോപ്പർട്ടീസാണ് പകുതി മുക്കാലും. ഇത് കോഡറിൻ്റെ ഒരു ബ്രദറുണ്ട്, ഏലിയാസ് കോഡർ. ആ ഏലിയാസ് കോഡറിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണ്ട് ഒരു സിനഗോഗ് ഉണ്ടായിരുന്നാന്ന് പറയണം. ഈ സിനഗോഗ് ഇവർ പൊളിച്ചു കളഞ്ഞു. അപ്പം അതിൻ്റെ ഇവരുടെ പള്ളി സിനഗോഗ് പൊളിച്ചു കളഞ്ഞിട്ട് ആ സിനഗോഗിൻ്റെ പുറത്താണ് ഇവിടെ പണിതേക്കണം. ഇപ്പോഴും പുറകെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ സിമിത്തേരി കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പണി ഒരിക്കലും തീരാറില്ല. എന്തിവിടെ നടന്നാലും വലിയ പ്രത്യേകിച്ച് വാഴാറൊന്നുമില്ല എന്നാണ് ഇവരുടെ വിശ്വാസം. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ പല വിശ്വാസങ്ങൾ ജൂതന്മാർക്കുണ്ട്. ഇവിടെ നിന്ന് ഈ വീട്ടിൽ നിന്ന് ഇപ്പോഴത്തെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നങ്ങൾ പോകാൻ പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പാത ഫ്രീ ആക്കിയിട്ട് സിനഗോഗിൻ്റെ നേരെയുള്ള പാത ഫ്രീ ആക്കി വിടണം എന്നുള്ളത് വിശ്വാസമാണ് അവർക്ക്. അപ്പോൾ സിനഗോഗ് എപ്പോഴും ഈ പണ്ട് കോപ്പർ പ്ലേറ്റ്സ് പ്രകാരമാണ് നമ്മുടെ ഇവിടെ കൊച്ചി രാജാവ് ഓരോരുത്തർക്ക് ഓരോ കമ്മ്യൂണിറ്റീസിനും ഇവിടെ താമസിക്കാൻ സ്ഥലം കൊടുത്തേക്കണം. അപ്പോൾ എഴുതിയിരിക്കണം എന്ന് പറഞ്ഞാൽ ജൂതന്മാർക്ക് യു ക്യാൻ സ്റ്റേ ഹിയർ ടിൽ ദ സൺ മീറ്റ്സ് ദ ഹൊറൈസൺ എന്നൊക്കെയാണ് പറഞ്ഞത്. അതായത് അങ്ങനെ ഇൻഫിനിറ്റി വരെ ഇവിടെ താമസിക്കാം. അങ്ങനെ അവർക്ക് കൊടുത്ത സ്ഥലമാണ്. അപ്പോൾ മട്ടാഞ്ചേരി എന്നുള്ള വാക്കിൻ്റെ ഉത്ഭവം ഇവർ പറഞ്ഞ ഹീബ്രുവിൽ മത അല്ലെങ്കിൽ മദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റ് എന്നാണ്. അപ്പോൾ ദാനം കിട്ടിയ ചേരി എന്ന് പറയാറുണ്ട് മട്ടാഞ്ചേരിയുടെ പേരിൻ്റെ ഉത്ഭവം. അപ്പോൾ ദാറ്റ്സ് വൺ ഓഫ് ദ റീസൺസ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂതന്മാരുടെ ഏറ്റവും വലിയൊരു സെറമണി സർക്കംസേഷനാണ്. യേശു ക്രിസ്തു ഒരു ജൂതനാണ്. പുള്ളീനെ മറ്റേ ഈ പറഞ്ഞ പോലെ സർക്കംസൈസ് ചെയ്തിട്ടുണ്ട്. ഈ സർക്കംസേഷന് പ്രിസൈഡിങ് ആയിട്ടുള്ള ഒരു പ്രോഫറ്റ് ഉണ്ട്, എലൈജ പ്രോഫറ്റിന് ഇരിക്കാനുള്ളൊരു സീറ്റ് എപ്പോഴും ഇവിടെ വെക്കും. കാരണം കൊച്ചുങ്ങളെ സർക്കംസൈസ് ചെയ്യുമ്പോഴത്തേക്കും പ്രോഫറ്റ് എലൈജ വാച്ച് ചെയ്യുന്ന പറഞ്ഞാൽ പ്രോഫറ്റ് എലൈജ വരണത് തേരിലാണ്, ചാരിയറ്റ് രഥത്തിലാണ് പുള്ളി വരിക. അപ്പോൾ പുള്ളിയുടെ രഥത്തിൽ ഇടിക്കരുത് നമ്മൾ, അതുകൊണ്ടാണ് നടുക്ക് നിൽക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ നടുക്ക് ഈ പാത നമ്മൾ കവർ ചെയ്യരുത്. കാരണം പ്രോഫറ്റ് എലൈജ യൂസ് ചെയ്യുന്ന പാതയാണ്. പക്ഷേ ഈ പോർട്ടൽ തന്നെ ഡാർക്ക് ഫോഴ്സസും യൂസ് ചെയ്യും. ഗുഡ് സ്പിരിറ്റ്സ് അല്ലാതെ ഡാർക്ക് ഫോഴ്സസും യൂസ് ചെയ്യും. അപ്പോൾ ഡാർക്ക് ഫോഴ്സ് ആയിട്ടുള്ള ഒരാളുണ്ട്, പുള്ളിനെ പേടിച്ചുകൊണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാറില്ല. അതാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് തേരിടിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും പറഞ്ഞാൽ അപ്പം തേരിടിക്കണത് ഇപ്പോൾ നല്ല പ്രോഫറ്റ് ലൈജാണെങ്കിൽ ചിലപ്പോൾ ഓക്കെ സോറി എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാതിരിക്കും. പക്ഷേ നേരെ മറിച്ച് ഒരു ബാഡ് ഫോഴ്സ് ഉണ്ട്. പേര് വരെ ബാൻഡാണ് ഈ ഏരിയയിൽ. ആ പേര് ഉപയോഗിക്കാൻ പാടില്ല. ആ പേര് സിനഗോഗിൻ്റെ വെളിയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പണ്ട് ഇവിടെ ഒരു ചെറിയ പെങ്കൊച്ച് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഈ പേര് ഉപയോഗിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ തേരൊന്ന് അടിച്ചിട്ട് ഇതിന് പ്രാന്തായി പണ്ട് പ്രാന്തായി പോണത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. അപ്പോൾ കുക്കു ശിവൻ കുക്കു അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ കുറേ കഥകളുള്ളതാണ്. നോബഡി ക്രോസസ് വട്ടം ഇങ്ങനെ ക്രോസ് ചെയ്യില്ല ഒരിക്കലും. നേരെ തന്നെ പോവുക, സിനഗോഗിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് പിന്നെ അപ്പുറത്തോട്ട് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനൊരു കാരണമുണ്ട്. ഞാൻ സിനഗോഗിൻ്റെ വെളിയിൽ ഇറങ്ങിയിട്ട് പറയാം ഈ പേര് ഏതാണ് ഈ ഉപയോഗിക്കാൻ പറ്റാത്ത പേര്. കാരണം പ്രോഫറ്റ് എലൈജ ഇവിടെ ഉണ്ടെന്നാണ് എല്ലാവരും പറയണം സർക്കംസിഷന്. അതേപോലെ തന്നെ വേറൊരു ഫോഴ്സും കൂടി ഈ പോർട്ടൽ ഉപയോഗിക്കാറുണ്ട്. എക്സാക്ട് ബാക്കി നമുക്ക് പുറത്തുനിന്ന് പറയും. അപ്പോൾ എൻ്റെ പേര് ഉനിൽ. അതല്ല, ഞാൻ പറഞ്ഞ പോലെ ഈ പേര് അറിയണമെങ്കിൽ നമ്മുടെ ഫാൻറ്റാസ് മെത്തഡ് ഞാൻ അതിൽ ഈ പേര് പറയുന്നതാണ്. അപ്പം നമുക്ക് ഏറ്റവും സസ്പെൻസ് തന്ന ഒരു പേരാണ് ഈ പേര്. അപ്പം അതറിയണമെങ്കിൽ ഫാൻറ്റാസ്മ ബൈ FC ബോയ് ആൻഡ് ബാക്കി നിങ്ങൾക്ക് അതിലറിയാം. ആൻഡ് ഇറ്റ്സ് എ നൈറ്റ് ടൂർ. ഞാൻ എന്താണ് അതിൻ്റെ പേര്, നമുക്കിതുപോലത്തെ ടൂറിസം നമ്മൾ പുറത്തു പോകുമ്പോൾ ഉണ്ടാവും. അപ്പോൾ എൻ്റെ നാടിൻ്റെ പൈതൃകം അല്ലെങ്കിൽ എൻ്റെ നാടിൻ്റെ ലോർസും മിത്സും ഒക്കെ കൂട്ടിച്ചേർത്ത് നമ്മളിതൊരു ചെറിയൊരു എന്താ പറയുക ഇതിനൊരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടായിട്ടൊന്നുമല്ല. എനിക്ക് എൻ്റെ നാടിൻ്റെ കഥകൾ എല്ലാവരും അറിയണമെന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാനിത് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മളിതൊരു വേർട്ടിക്കലായിട്ട് ചെയ്യുകയാണ്, എൻ്റെ ഒരു വേർട്ടിക്കലായിട്ട്. അപ്പോൾ ഫാൻറ്റാസ്മ എല്ലാവരും നോട്ട് ചെയ്യുക, PHANTASMA ഫാൻറ്റാസ്മ. വേറെ മൂഡ് പൊളിമയ. കൊച്ചിക്കാരുടെ ഏറ്റവും വലിയ വിശ്വാസം
കുര്യച്ചൻ്റെ നടയുടെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കണം. ഭ്രാന്തൻ കുര്യച്ചൻ. ഭ്രാന്തൻ കുര്യച്ചൻ എന്ന് പറയുന്നത് നാട്ടുകാരുടെ ഒരു തെറ്റായ വിളിയാണ്. അത് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂനംകുരിശ് സത്യാഗ്രഹം എന്നിട്ടുണ്ടല്ല, കൂനംകുരിശ് ഓത്ത്, ഇതല്ല, ഈ കുരിശല്ല. നമ്മൾക്ക് ഇവിടെ വേറെ ഒരു സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഉണ്ട്. ആ ചർച്ചിൽ ഈ പറഞ്ഞ പോലെ ആ കുരിശ് വെച്ചിട്ടുണ്ട്. ഈ കുരിശിൻ്റെ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ കുരിശിൻ്റെ പുറത്ത് കയറ് വെച്ചിട്ട് കുറേ ആളുകൾക്ക് കുരിശ് തൊട്ട് സത്യാഗ്രഹം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എല്ലാവരും കൂടി കയറിൽ കെട്ടി നിന്നിട്ടാണ് ഈ കുരിശ് വലിച്ചു പിടിച്ചത്. ഈ സത്യാഗ്രഹം നടന്നപ്പോൾ സത്യാഗ്രഹത്തിൻ്റെ കഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, എല്ലാവർക്കും അറിയാൻ പറ്റും. 1653 ഈ ആ സമയത്ത് ഇവിടെ നിന്നിരുന്ന വെച്ചാൽ പോർച്ചുഗീസുകാർ ഈ വലിച്ചു പിടിച്ച കുരിശിന് ഒരു വളവുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിന് കൂനംകുരിശ് എന്ന് പറയുന്നത് പേരുന്ന. ഈ ബെൻഡ് ക്രോസ് എന്നാണ് ശരിക്കും ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷൻ. പോർച്ചുഗീസ് ഭാഷയിൽ അന്നത്തെ സമയത്ത് ബ്രാന്ത ക്രൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡ് ആയിട്ടുള്ള ക്രോസ് അല്ലെങ്കിൽ ഒരു കൂന് ഉള്ള കുരിശ്. അതായത് ബ്രാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെൻറ്റ് അല്ലെങ്കിൽ ഒരു ബെൻഡ് എന്ന് പറയാം. അങ്ങനെ ഇവര് പറയുന്ന വാക്കാണ് ബ്രാന്ത ക്രൂസ്. ഇത് കൊളോക്കിയലി നാട്ടുകാർ പറഞ്ഞ് കൊളവാക്കി, അതാണ് പ്രാന്തൻ കുര്യച്ചൻ. ഭ്രാന്ത എന്നുള്ള വാക്കിൽ നിന്നും പ്രാന്തനായി. പിന്നെ പണ്ട് എങ്ങനെയാന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഭ്രാന്താവുക അല്ലെങ്കിൽ ഭ്രാന്തായി പോവുക എന്നുള്ളത് ഏറ്റവും വലിയ മെക്കാനിസമാണ് ആൾക്കാരിൽ ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം അങ്ങനെ ഒരു പേടി വരുത്താൻ വേണ്ടിയാണ് നമ്മൾ കുര്യച്ചൻ്റെ ഈ പറഞ്ഞ പോലെ ഭ്രാന്തൻ കുര്യച്ചൻ്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് കുര്യച്ചനെ ഇഷ്ടപ്പെടില്ലെങ്കിൽ ഭ്രാന്തായി പോവും. ബേസിക്കലി ഇത് പള്ളി തന്നെയാണ്. അപ്പോൾ അല്ല, അത് പള്ളി തന്നെയാണ്. ഇത് ഭ്രാന്തൻ കുരിശൻ എന്ന് പറഞ്ഞാൽ കൊച്ചിയുടെ വിശ്വാസമാണ്. അപ്പം ഭ്രാന്ത ക്രൂസ് എന്നുള്ള വാക്കിൽ നിന്നുമാണ് ഭ്രാന്തൻ കുര്യച്ചൻ എന്നുള്ള വാക്കുകൾ. അല്ലാതെ കുര്യച്ചന് ഭ്രാന്തൊന്നുമില്ല, അല്ലെങ്കിൽ കുര്യച്ചൻ നമ്മളെ ശ്രമിച്ച് ഭ്രാന്തനൊന്നും ആക്കൂല കേട്ടാ. പക്ഷെ അതാണ് ഐതിഹ്യം. അതാണ് മറ്റേ ഭീഷ്മേല് മൈക്കിളപ്പ പറഞ്ഞ പോലെ വെട്ടിക്കീറി പട്ടിക്കിട്ട് കൊടുക്കും. ഭ്രാന്തൻ കുര്യച്ചനാണ് സത്യം. ഭ്രാന്തൻ കുര്യച്ചൻ സത്യം വെക്കും നമ്മൾ. അപ്പം ഇതാണ് കൊച്ചിയുടെ ശരിയായ കഥകൾ. വേറെ മൂഡ് പൊളിമയം. കൊച്ചി കഥകൾ ഇവിടെ അവസാനിക്കുന്നു. ഒനിയലിനെ കണ്ടു കഴിഞ്ഞാൽ ഫുഡ്, സ്റ്റോറി, കുക്കിംഗ്, ഹിസ്റ്ററി, ഫോട്ടോ വെച്ച് പ്രതി വെച്ച് നമുക്ക് ഒനിയലിനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ മിസ്റ്റർ എഫ്